Good morning, all. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, മിസ് ഡിസാസ്റ്റർ പാരഡിഗ്മം വരെയാണ് അല്ലെ മിസ് എടുത്തത്. നെക്സ്റ്റ് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ആവശ്യകത എന്താണ് എന്നാണ് നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത്. എടുക്കാലോ? കഴിഞ്ഞ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Next, need for disaster management plan in hospital. ഒരു ഹോസ്പിറ്റലില് ദുരന്ത നിവാരണ അല്ലെ പ്ലാനുമായി പദ്ധതിയുടെ ആവശ്യകത എന്താണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. അല്ലെ എന്താണ് നമ്മുടെ പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം, ആരോഗ്യ പരിചരണം നൽകുന്നതിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് ആദ്യം പോകുന്നത്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും പരിചരണത്തിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിലേക്കാണ് അല്ലെ? ആണോ? അല്ലെ? അപ്പൊ ആരോഗ്യ പരിപാലന സൗകര്യം, അടിസ്ഥാന സൗകര്യങ്ങളില് നമ്മുടെ ഹോസ്പിറ്റലില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിംഗ് ലൈഫ്സ്. They also provide 24/7 emergency care service, and hence the public receive it is main resource for diagnosis, treatment and follow-up for both physical and psychological cares. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് അതിന് എന്തിനൊക്കെ ഉത്തരവാദിത്തമുണ്ട്? ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ അല്ലെ എന്തിനൊക്കെ ഉള്ള ഉത്തരവാദിത്തമുണ്ട്? ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ? ആണോ? അല്ലെ? അല്ലെ? ഫോർ സേവിങ് ലൈഫ്സ്, ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം. കൂടാതെ നമുക്ക് എന്ത് 24/7 hours 24 മണിക്കൂറും നമുക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി കെയർ സർവീസസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്നല്ലേ? അപ്പൊ ആളുകൾക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എമർജൻസി കെയർ 24 മണിക്കൂറും ലഭ്യമാക്കുക അല്ലെങ്കിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. കൂടാതെ എന്താണ് നമ്മുടെ ആളുകൾക്ക് പബ്ലിക് നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് ഫിസിക്കൽ ആയിക്കോട്ടെ സൈക്കോളജിക്കലി ആയിക്കോട്ടെ അല്ലെ മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗനിർണയം നടത്തുക, അവർക്ക് വേണ്ട ചികിത്സകൾ അല്ലെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. പിന്നെന്താണ് ഫോളോ അപ്പ് അല്ലെ എന്താണ് ഇപ്പൊ ഡോക്ടറെ കണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹോസ്പിറ്റലിൽ നിന്നല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു മെയിൻ സോഴ്സ് ആയിട്ടും എന്ത് റിസോഴ്സ് അല്ലെ പ്രധാന ഉറവിടമായിട്ടും കേന്ദ്രമായിട്ടും എന്ത് നമ്മുടെ പബ്ലിക്കുകള് ഹോസ്പിറ്റലിനെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കിപ്പോ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്? ആണോ? അല്ലെ? ആണ്. അപ്പൊ ആളുകൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിനെ അവരുടെ ആരോഗ്യ പരിചരണ കാര്യത്തില് ഒരു പ്രധാന ഉറവിടമായി സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ? ആണോ? അതാണ് അവിടെ പറയുന്നത്. എന്താണ് നമുക്ക് 24 ഹോസ്പിറ്റല് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? പേഷ്യൻസിന്റെ ആളുകളുടെ ജീവൻ രക്ഷിക്കുക. കൂടാതെ എന്താണ് പേഷ്യൻസിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി അടിയന്തര
പരിചരണം 24 മണിക്കൂറും ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ നമ്മുടെ ആളുകൾക്ക് പേഷ്യൻസിന് അവർക്ക് ഫിസിക്കലി ശാരീരികമായിക്കോട്ടെ മാനസികമായിട്ടുള്ളത് അല്ലെ സൈക്കോളജിക്കലി അവർക്ക് എന്തെങ്കിലും പരിചരണങ്ങൾ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ അവർ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഫോളോ അപ്പ് കെയേഴ്സിന് വേണ്ടിയിട്ടും പ്രധാന കേന്ദ്രമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് emergency care and hence when a disaster hits the society falls back upon the hospital to provide instant support in the form of emergency medical care. എന്താണ് നമ്മുടെ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി, എന്തെങ്കിലും സുനാമി ഉണ്ടായി അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായി അല്ലെ. അപ്പൊ ആ ഒരു പ്രദേശത്തെ ആളുകൾക്ക് എമർജൻസി കെയർ ആരാണ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിൽ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ. എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ. ഇപ്പൊ സാധാരണ ചിലപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ആളുകളെ ആയിരിക്കും അല്ലെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നത്. നോർമൽ കേസുകളില് അല്ലെ ഒരു 25 ഒരു 30 അല്ലെ. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ 25 എന്നുള്ളത് എന്താവാം 150 ആവാം 200 ആകാം അല്ലെ. ആണോ? ആളുകളുടെ എണ്ണത്തില് പേഷ്യൻസിന്റെ എണ്ണത്തില് കൂടുതൽ വരുന്നില്ലേ, വർധനവ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യണോ. അവിടുത്തെ ആവശ്യമായിട്ടുള്ള പ്ലേസ് വേണം അല്ലെ, സ്ഥലം വേണം, സ്റ്റാഫുകൾ വേണം, റിസോഴ്സുകൾ വേണം, എക്യുപ്മെന്റുകൾ വേണം, ബെഡ്സുകൾ വേണം അല്ലെ. അപ്പൊ എന്താണ് ഒരു ജനതയെ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയെ നമ്മുടെ എന്താണ് ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്യുക അല്ലെ. സംഭവിക്കുന്ന ഡിസാസ്റ്റർ അവരെ ബാധിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ ആ ഒരു എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലീകരിക്കുക. ഓക്കെ, ആ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള തൽക്ഷണം അല്ലെ അവർക്ക് എന്തെങ്കിലും ലാഗ് വരാൻ പാടുണ്ടോ, അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ കൊടുക്കണം അല്ലെ, തൽക്ഷണം കൊടുക്കണം അല്ലെ. അതല്ലെങ്കിൽ എന്ത് പറ്റും, അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാം അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, അവർക്ക് എവിടെ നിന്നൊക്കെ റിസോഴ്സുകൾ കളക്ട് ചെയ്യാം, അവർക്ക് സ്റ്റാഫുകളുടെ അഭാവം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് whenever a hospital or a healthcare facility is met by a situation where it has to provide care to a large number of patients in limited time, which is beyond a normal capacity, constitute a disaster for the ഹോസ്പിറ്റൽ അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് സാധാരണ 25 അല്ലെങ്കിൽ ഒരു 20 പേഷ്യൻസിനായിട്ട് നമ്മൾ എമർജൻസി കെയർ കൊടുക്കുന്നത്. പക്ഷെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ അതെന്തായി, ഒരുപാട് പേഷ്യൻസിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിന് ലിമിറ്റഡ് ടൈമിൽ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ആണോ? ആലോചിച്ച് നോക്കിയേ, പെട്ടെന്നായിരിക്കും അല്ലെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്. ആണോ? അവർക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കും പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. ആലോചിച്ച് നോക്കിയേ, ആണോ? എന്താ മിണ്ടാത്തെ? ക്ലിയർ ആയില്ലേ? ആമിന ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ ആണ്. എന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഡിസാസ്റ്റർ ബാധിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും ആളുകളെ പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലേ?
ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ ഹോസ്പിറ്റലില്. എന്താണ് whenever a hospital or a healthcare facility, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിമിറ്റഡ് ടൈമില് ഒരുപാട് പേഷ്യൻസിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. 20 പേഷ്യൻസ് എന്നുള്ളത് ചിലപ്പോ 150 200 ആകാം അല്ലെ. അപ്പൊ ഒരുപാട് പേഷ്യൻസിന് അവരുടെ ആ ഒരു നോർമൽ കപ്പാസിറ്റിയിൽ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് പേഷ്യൻസിനുള്ള മെഡിക്കൽ എമർജൻസി കെയർ നൽകേണ്ടതായി വരുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു ക്രൈസിസ് വരികയാണ് അല്ലെ, ഒരു ഇഷ്യൂ വരുന്നില്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമ്മുടെ ആശുപത്രിക്ക് ഒരു ക്രൈസിസ് വരികയാണ് അല്ലെ, ഒരു ബുദ്ധിമുട്ട് വരികയാണ് അല്ലെ. സ്റ്റാഫുകളുടെ അഭാവം ഉണ്ടാകും, റിസോഴ്സുകളുടെ അഭാവം ഉണ്ടാവും, എക്യുപ്മെന്റുകളുടെ കുറവുകൾ ഉണ്ടാവും, കാഷ്വാലിറ്റിയിൽ ബെഡ്സുകളുടെ അഭാവം ഉണ്ടാവും അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലില് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ ഒരു ഡിസാസ്റ്റർ രൂപപ്പെടുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, a disaster for a hospital is a temporary lack of resources which is caused owing to sudden influx of unexpected patient load. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ആ ഒരു പേഷ്യൻസിന്റെ ഒഴുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അല്ലെ. സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, സഡൻ ഇൻഫ്ലക്സ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് പേഷ്യന്റ് ലോഡ്. എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിന്റെ ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ്, റിസോഴ്സുകളുടെ അഭാവം അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ എന്താണ്, ബെഡ്സുകളുടെ അഭാവം ഉണ്ടാകുന്നുണ്ട്, എക്യുപ്മെന്റുകളുടെ അഭാവം ഉണ്ടാകുന്നുണ്ട്, മെഡിസിനുകളുടെ അഭാവം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പേഷ്യൻസിന്റെ ഒഴുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ എന്ന് വരുന്ന ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ട് എന്താണ്, വിഭവങ്ങളുടെ റിസോഴ്സുകളുടെ അഭാവം അനുഭവപ്പെടുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗിവ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു പ്ലാൻ, prepare, and when need enables a rational response in the event of disaster or mass casualty incident. MCI, mass casualty incident. ഒരു വൻ അപകടങ്ങളെയാണ് നമ്മൾ mass casualty incidents എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിൻ അപകടങ്ങള്, എയ്റോപ്ലെയിൻ അപകടങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ആ ഒരു സംഭവത്തുമായി നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യണം അല്ലെ, ആസൂത്രണം ചെയ്യണം. അത് നമുക്ക് എങ്ങനെ തരണം ചെയ്യാം അല്ലെ. ഹോസ്പിറ്റലില് ഇത്രയും പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എന്താണ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്ലാൻ ആസൂത്രണം ചെയ്യണം. കൂടാതെ എന്താണ്, പ്രിപ്പറേഷൻ നടത്തണം അല്ലെ. അവരൊരു പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം മതിയോ? അതിന് തയ്യാറെടുക്കണം അല്ലെ. പ്രിപ്പയർ ചെയ്യണോ? പ്രിപ്പയർ ചെയ്യണം. കൂടാതെ പിന്നെ എന്താണ്, ആ ഒരു ഡിസാസ്റ്ററിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു MCIയുമായി ബന്ധപ്പെട്ട് അല്ലെ, മാസ് കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യണം അല്ലെ. പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സിറ്റുവേഷനിൽ ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയർസും കൊടുക്കണോ? ആണോ? ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്, നമുക്ക് അവസരം നൽകുന്നത്. ഓക്കെ ആണോ? എമർജൻസി പ്ലാന് അവർക്ക് ഒന്നുകൂടി പറയണം. ഇപ്പൊ എന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്നാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുക. എന്താണ്, നമ്മുടെ എയ്റോപ്ലെയിൻ
അപകടങ്ങളുണ്ട്, അപകടങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്നില്ലേ? അപ്പൊ നമ്മ പറഞ്ഞ എന്താണ്, അവിടെ സ്ഥലം പോരായ്ക വരുന്നുണ്ട്, റിസോഴ്സുകളുടെ അഭാവം അനുഭവപ്പെടുന്നുണ്ട്, സ്റ്റാഫുകളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം നമുക്ക് കൈകാര്യം ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് വരുമ്പോൾ ആ ഒരു പേഷ്യൻസിന്, അപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കണം അല്ലേ? പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആസൂത്രണം ചെയ്യണം അല്ലെ? പ്രിപ്പറേഷൻ നടത്തണം, തയ്യാറെടുപ്പുകൾ നടത്തണം, വേണ്ടേ? റിസോഴ്സുകൾ എങ്ങനെയൊക്കെ എത്തിക്കാം അല്ലെ? സ്റ്റാഫുകൾക്ക് അതിനുവേണ്ടി ട്രെയിനിങ്ങുകൾ നൽകണം അല്ലെ? ഇപ്പൊ നമ്മുടെ കാഷ്വാലിറ്റിയിലെ സ്ഥലം തികയാണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ഏരിയാസ് ഉണ്ടാവും ഹോസ്പിറ്റലിലെ. നമ്മ കൊറോണയുടെ ടൈമില് ആളുകൾ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കാം അല്ലെ? അപ്പൊ ഒരു ഏരിയ തികയാണ്ട് വന്നപ്പോ എന്ത് ചെയ്ത് ആ ഒരു വെയിറ്റിംഗ് റൂമുകളൊക്കെ എന്ത് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കാനുള്ള ഏരിയ ആയിട്ട് അവർ താൽക്കാലികമായി ഷിഫ്റ്റ് മാറ്റിയില്ലേ? പേഷ്യൻസിന് ഐസൊലേറ്റ് ചെയ്ത് താമസിക്കാം. അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അതിനുള്ള പ്ലാൻ തയ്യാറാക്കുക, അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുക. പിന്നെ കൂടാതെ ഇത്തരം സന്ദർഭങ്ങളിൽ അവരിൽ നിന്നുള്ള റെസ്പോൺസ് വേണം അല്ലെ? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, കെയേഴ്സ് അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ആ ഒരു വലിയൊരു അപകടം, മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് നമുക്ക് നോർമൽ കപ്പാസിറ്റിയിൽ കൂടുതൽ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് ഓരോരുത്തർക്കും അല്ലെ, ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങള് ഒക്കെ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്, അതിനു വേണ്ട പ്രിപ്പറേഷൻ, അതിനു വേണ്ട റെസ്പോൺസ് അല്ലെ? ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം, അതിനു വേണ്ടിയിട്ടുള്ള റെസ്പോൺസ്, ഇതൊക്കെയാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് disaster and mass casualties can lead to great confusion and inefficiency in the hospital. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇല്ല എങ്കിൽ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തിലേക്കാണ് നയിക്കുന്നത്? ഗ്രേറ്റ് കൺഫ്യൂഷൻസ് അല്ലെ? അവിടെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഇൻഎഫിഷ്യൻസി അല്ലെ? കാര്യക്ഷമത ഇല്ലായ്മ ഉണ്ടാകുന്നുണ്ടോ? അല്ലേ? ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം അല്ലെ? ആദ്യം ആരെ നോക്കണം? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും? അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഉണ്ട് അല്ലെ? പിന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇൻഎഫിഷ്യൻസി ഫീൽ ചെയ്യുന്നില്ലേ? ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അല്ലെ, ആരെടുത്ത് ആദ്യം നിൽക്കണം, ആരെടുത്ത് കൊടുക്കണം അല്ലെ? ചിലപ്പോ ഒരു പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കലേ അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഈ പേഷ്യൻസിനെ അവിടെ ഇട്ടിട്ട് അടുത്ത പേഷ്യന്റിന്റെ അടുത്ത് പോകും അല്ലെ? സ്റ്റാഫുകളുടെ അഭാവമൊക്കെ വരുമ്പോൾ ആണോ? ആണ് അല്ലെ? അപ്പൊ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ കൺഫ്യൂഷൻസ്, വലിയ ആശയക്കുഴപ്പങ്ങളിലേക്കും കൂടാതെ ഇൻഎഫിഷ്യൻസിയിലേക്കും നയിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, they can overwhelm the hospital resources, staff, fees and supplies അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് മറികടക്കാൻ ഈ ഒരു ഗ്രേറ്റ് കൺഫ്യൂഷൻസിൽ നിന്ന്, ഇൻഎഫിഷ്യൻസിൽ നിന്ന് മറികടക്കാൻ അവർക്ക് എന്ത് വേണം? നല്ലൊരു
ഹോസ്പിറ്റലിലെ റിസോഴ്സുകൾ വേണം, സ്റ്റാഫുകൾ വേണം, സ്പേസ് വേണം, സപ്ലൈസ് വേണം അല്ലേ? ഈ കൺഫ്യൂഷൻസ് കുറയ്ക്കാനായിട്ട് സ്റ്റാഫുകൾ ഉണ്ട്, റിസോഴ്സസുകൾ ഉണ്ട്, അവിടെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സ്പേസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഎഫിഷ്യൻസി കൺഫ്യൂഷൻ ഉണ്ടാവോ? സ്റ്റാഫുകളുടെ കുറവ് ഉണ്ടാവില്ല. ഓരോരുത്തരെ നോക്കാനും ആവശ്യമായിട്ടുള്ള ആളുകളില്ലേ? സ്റ്റാഫുകളുണ്ട്, സ്ഥലമുണ്ട്, റിസോഴ്സുകൾ ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ അവിടെ കൺഫ്യൂഷൻസ് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻസ് എഫിഷ്യൻസി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മുടെ ഹോസ്പിറ്റലില് സ്റ്റാഫുകൾ വേണം അല്ലെ? ഓരോ ആ പേഷ്യൻസിന് കൊണ്ടുവരുന്ന അത്രയും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള വിഭവങ്ങള്, റിസോഴ്സുകൾ വേണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വേണം അല്ലെ? പിന്നെന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് സപ്ലൈ ചെയ്യണം അല്ലെ? മരുന്നുകള്, എക്യുപ്മെന്റുകള്, അങ്ങനെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണോ അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്ലൈസ് നടക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ എഫിഷ്യൻസിയെയും കൺഫ്യൂഷൻസിനെയും മറികടക്കാൻ കാരണമാകുന്നു. ഓക്കെ ആണോ? ഇപ്പൊ മിസ് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുന്ന സിറ്റുവേഷനില് അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളെ വിളിച്ചിട്ടുള്ളെങ്കിൽ എന്താണ്? നമുക്കത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം അല്ലെ? ആണോ? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം നമുക്ക് നല്ല രീതിയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാം, വരുന്നവരൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ സ്വീകരിക്കാം അല്ലേ? അതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താണ്, ഒരു വീട്ടിലൊരു മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ആ കല്യാണം നടക്കുന്ന പയ്യൻ അവരുടെ ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, അച്ഛൻ വിളിച്ചിട്ടുണ്ട്, അമ്മ വിളിച്ചിട്ടുണ്ട്, താഴെയുള്ള രണ്ട് ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചവരിൽ കണക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? കല്യാണ സമയമാകുമ്പോൾ ഒരുപാട് ആളുകൾ വരില്ലേ? ഒരുപാട് ആളുകൾ വരും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കണക്കുണ്ടോ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? കണക്കുണ്ടാവില്ല, ആർക്കും കണക്കില്ല. അവരാരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് കണക്കില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് വരുന്നുണ്ട്? നമുക്ക് ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ സ്ഥലം പോരായ്ക വരുന്നുണ്ട്, ഫുഡ് തികയാതെ വരും. ആണോ? അങ്ങനെ അല്ലെ? അപ്പൊ അവരെന്ത് വേണം? ഓരോരുത്തര് വിളിച്ചവര് ശരിയായ രീതിയിൽ, ഞാൻ ഇത്ര പേരെ വിളിച്ചിട്ടുണ്ട്, എന്റെ ഇത്ര ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ, ഏകദേശം ഇത്ര പേര് വരും എന്നൊക്കെ പറഞ്ഞ ഏകദേശം ആദ്യം തന്നെ അവര് മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുമോ? ഓരോരുത്തരും ഇത്ര ഇല്ല അല്ലെ? അപ്പൊ അതേപോലെ എന്താണ് ഇത്തരം സിറ്റുവേഷൻസ് അല്ലെ? എന്താണ്, നമ്മുടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ലഭിക്കാതെ വരാ, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസുകൾ ലഭിക്കാതെ വരാ, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കിട്ടാതെ വരാ അല്ലെ? അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാല് അതിനു വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി അല്ലെ, റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് വേണം? നമ്മുടെ ഹോസ്പിറ്റലില് മുൻകൂട്ടി ഒരു ഡിസാസ്റ്റർ എമർജൻസി പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ ആണോ? അതാണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ ആയോ? ഏകദേശം ഒന്ന് ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ഈ ഒരു ഇൻഎഫിഷ്യൻസി അതല്ലെങ്കിൽ എന്താണ്, കൺഫ്യൂഷൻസ് അല്ലെ, ആശയക്കുഴപ്പം കുറയ്ക്കുന്നതിന് വേണ്ടി, അത് മറികടക്കുന്നതിന് വേണ്ടി, ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ റെസ്പോൺസിന് വേണ്ടി, പ്രതികരണം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടായിരിക്കുക, സ്റ്റാഫുകള്, സ്പേസ്, കൂടാതെ സപ്ലൈസ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, സപ്ലൈ കൂടി നടത്തുക. Lack of any tangible plan to fall back upon in times of disaster leads to a situation where there are many sources of command, many leaders, and no united effort to solve problem. അല്ലേ? അവിടെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല, അതായത് ഒരു വ്യക്തമായ പ്ലാൻ ഇല്ല. ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല്
അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇവർ എന്തൊക്കെ ചെയ്യണമെന്ന് ശരിയായ രീതിയിലുള്ള ഒരു ടാൻജിബിൾ വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ എന്ത് വരുന്നുണ്ട്, അവിടെ ഒരുപാട് ആളുകളുടെ എന്താണ് കമാൻഡുകൾ വരുന്നുണ്ട് അല്ലെ, ഒരുപാട് നിർദ്ദേശങ്ങൾ വരോ, ഒരുപാട് സജഷൻസ് വരും അല്ലെ, ആണോ? ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് സജഷൻസും ഒരുപാട് കമാൻഡുകളും ഒരുപാട് ലീഡേഴ്സ് ഒക്കെ വരും അല്ലെ. ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് ആളുകൾ മുന്നിലേക്ക് വരുമോ? വരും അല്ലേ. അപ്പൊ എന്താണ് അവിടെ ഒരു യുണൈറ്റഡ് എഫേർട്ട് അല്ലെ, എല്ലാവരും ഒരുപോലെ നിന്ന് പ്രവർത്തിക്കോ, എല്ലാവരും തോന്നിയ പോലെ ആയിരിക്കും അല്ലെ പ്രവർത്തിക്കുന്നത്, ആണോ? ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ആ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് അല്ലെ. ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ, ടാൻജിബിൾ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാനിനനുസരിച്ചായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തമായ പ്ലാൻ ഇല്ല, ലാക്കാണ്, അഭാവമാണെങ്കിൽ എന്ത് വരുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷനില് ഡിസാസ്റ്ററിന്റെ സിറ്റുവേഷനിൽ അവിടെ ഒരുപാട് കമാൻഡുകൾ വരുന്നുണ്ട് അല്ലെ, ഒരുപാട് നിർദ്ദേശങ്ങൾ വരുന്നു, ഒരുപാട് ലീഡേഴ്സ് വരുന്നു മുന്നോട്ട്, എന്താണ് അവര് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ഒരുപാട് ലീഡേഴ്സ് വരുന്നു. എല്ലാവരും ഒരുപോലെ നിന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കാത്ത സിറ്റുവേഷനും അവിടെ വരുന്നു. ഓക്കെ ആണോ? എന്താണ് പ്രശ്ന പരിഹാരത്തിന് ഒരുമിച്ചുള്ള പരിശ്രമമില്ലാത്തത് എന്താണ് അവിടെ ഒരു ക്രൈസിസിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു അല്ലെ, ഒരു പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ ആണോ? അത് അവിടെ പറയുന്നത് എന്താണ്, ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ അല്ലെ, ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാത്തത് കാരണം അവിടെ എന്താണ് ഒരുപാട് കമാൻഡുകൾ വരുന്നു, ഒരുപാട് ലീഡേഴ്സ് അല്ലെ നേതാക്കൾ മുന്നോട്ട് വരുന്നു, കൂടാതെ അവരെ ഒരുമിച്ച് നിന്ന് ആ ഒരു പ്രോബ്ലം ആ ഒരു പ്രശ്നം അല്ലെ പരിഹരിക്കാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ, therefore it is necessary that all hospital emergency plan have the primary feature of defining the command structure in their hospital. അപ്പൊ ഇത്തരം സിറ്റുവേഷനിലാണ് എന്താണ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ പ്രധാന ഫീച്ചർ, പ്രൈമറി ഫീച്ചർ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു എമർജൻസി പ്ലാൻ ആവശ്യമാണ് എന്ന് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒരു എമർജൻസി പ്ലാൻ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു പ്ലാനിനനുസരിച്ചായിരിക്കും അല്ലെ ചെയ്യുന്നത്, ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലിലും എന്ത് വേണം, ഒരു എമർജൻസി പ്ലാൻ, ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള കമാൻഡ് സ്ട്രക്ചർ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റുകളൊക്കെ സംഭവിച്ച് ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് കമാൻഡുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരെങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് അല്ലെ, അങ്ങനെയുള്ള ഒരു കമാൻഡ് സ്ട്രക്ചർ നിർവചിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു എമർജൻസി പ്ലാൻ ആവശ്യമാണ്. ഓക്കെ ആണോ? അത്രയും. നെക്സ്റ്റ് പറയുന്നത് and to extrapolate it to disaster scenario will well defined job definition once the disaster button is pushed. എന്താണ് നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ ബട്ടൺ പുഷ് ചെയ്തു അല്ലെ, അമർന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനിന് അനുചിതമായിട്ട് എല്ലാവർക്കും അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും എന്തൊക്കെ ജോലികളാണ് അല്ലെ, ഡ്യൂട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുണ്ട് എമർജൻസി പ്ലാനിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ആരൊക്കെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ ആരൊക്കെ വരുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫിന് ഉണ്ടാവും ഡ്യൂട്ടീസ്, ഫിനാൻസ് മാനേജർക്ക് ഉണ്ടാവും ഡ്യൂട്ടീസ്, ലോജിസ്റ്റിക് ഓഫീസർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ HR അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടാവും, HR ആളുകൾക്ക് ഉണ്ടാവും, നമ്മുടെ നഴ്സുമാർക്ക് ഉണ്ടാവും, ഡോക്ടേഴ്സിന് ഉണ്ടാവും.
എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിസാസ്റ്റർ, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നമ്മുടെ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ട്, ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ച് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ എമർജൻസി പ്ലാനില്. അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് അവരെന്ത് ചെയ്യുന്നു, ശരിയായ രീതിയിൽ നിർവഹിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം മിസ് ആദ്യം മുതല്. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ മക്കളെ. എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, നമ്മുടെ ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളില് നമ്മുടെ ഹോസ്പിറ്റലില് പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ എന്താണ്, ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനും പിന്നെ നമ്മുടെ ആളുകൾക്ക് പേഷ്യൻസിന് അല്ലെങ്കിൽ പീപ്പിൾസിന് ആവശ്യമായിട്ടുള്ള എമർജൻസി കെയർ സർവീസ് 24 മണിക്കൂറും അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലില് ഉത്തരവാദിത്വമുണ്ട്. കൂടാതെ എന്താണ് നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ പീപ്പിൾസിന് എന്താണ് ഒരു ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള അല്ലെ സൈക്കോളജിക്കലി അവർക്ക് എന്തെങ്കിലും പരിചരണങ്ങൾ ആവശ്യമായി വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നുണ്ട്, രോഗനിർണയത്തിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും മറ്റു ഫോളോ അപ്പുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഹോസ്പിറ്റലിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രധാന കേന്ദ്രമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടല്ലേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും ഡയഗ്നോസിസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഹോസ്പിറ്റലിനെ ഒരു പ്രധാന കേന്ദ്രമായി നമ്മുടെ പബ്ലിക് സ്വീകരിച്ചിരിക്കുന്നു. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ അല്ലെ, ഒരു പ്രത്യേക ജനതയിൽ ഒരു സ്ഥലത്ത് എന്താണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി അല്ലെങ്കിൽ ഭൂമികുലുക്കുണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആണോ? അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്പിറ്റല് അവർക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി കെയർ വിപുലീകരിക്കേണ്ടി വരുന്നു. ഓക്കെ ആണോ? നോർമൽ കപ്പാസിറ്റിയിലുള്ള പേഷ്യൻസിനെ ആണോ കൊണ്ടുവരുന്നത്? അല്ല അല്ലേ. അപ്പൊ അവിടുത്തെ മെഡിക്കൽ കെയർ നമ്മുടെ ഹോസ്പിറ്റലുകാരെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായി വരുന്നു. ഓക്കെ ആണോ? അത്രയും എല്ലാവർക്കും ഓക്കെയാണോ? എന്താണ് ഓക്കെയാണ്? നെക്സ്റ്റ് പറയുന്നത് അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെങ്കിൽ വലിയൊരു അപകടം മാസ് കാഷ്വാലിറ്റി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ് അവരുടെ ആ ഒരു നോർമൽ കപ്പാസിറ്റിയിൽ അപ്പുറം അല്ലെ ഒരുപാട് പേഷ്യൻസിനെ എന്താണ് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെയാണ് അല്ലെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്, റിസോഴ്സുകളുടെ അഭാവം വരുന്നുണ്ട്, സ്റ്റാഫുകളുടെ അഭാവം വരുന്നുണ്ട്, അവിടെ സ്പേസ് തികയാതെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം സിറ്റുവേഷനില് നമ്മുടെ ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം സൃഷ്ടിക്കുന്നു, ഒരു ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെയാണോ? അത്രയും നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മുടെ ഈ ഒരുപാട് പേഷ്യൻസിന്റെ ഒഴുക്ക് കാരണം അല്ലെ ഒരു എന്താണ് ലിമിറ്റഡ് ടൈമില് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് എന്താണ് താൽക്കാലികമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ വിഭവങ്ങളുടെ റിസോഴ്സുകളുടെ അഭാവം അനുഭവപ്പെടുന്നു. ഓക്കെ അല്ലേ. മരുന്നുകൾ തികയാതെ വരുന്നു, എക്യുപ്മെന്റുകൾ തികയാതെ വരുന്നു, ബെഡ്സുകൾ തികയാതെ വരുന്നു അല്ലെ, കോട്ടൻസ് അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളും അവർക്ക് തികയാതെ വരുന്നു. ഓക്കെ ആണോ? അത്രയും
അപ്പൊ ഇത്തരം സിറ്റുവേഷനില് ആ ഒരു ക്രൈസിസ് അല്ലെ, ആ ഒരു ഡിസാസ്റ്റർ, ഹോസ്പിറ്റലിൽ ആഗതമാകുന്ന ആ ഒരു ഡിസാസ്റ്റർ നമുക്ക് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാല് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ഒരു പ്ലാനിങ് അല്ലെ, ഒരു ആസൂത്രണം അതിനു വേണ്ടി തയ്യാറെടുക്കുക. പിന്നെ കൂടാതെ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ ആവശ്യകത വരുന്നത്. ഓക്കെ, അവരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മാസ് ക്യാഷ്, ഒരു വലിയ അപകടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനെ അതെന്തിലേക്കൊക്കെ നയിക്കുന്നു, ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരാണ് അല്ലെ, ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്. അത് ഹോസ്പിറ്റലിൽ എന്താണ് വലിയ ആശയക്കുഴപ്പങ്ങൾക്കും ഇൻഎഫിഷ്യൻസി അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയിലേക്കും നയിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ മറികടക്കാൻ, ഈ ഒരു ഇൻഎഫിഷ്യൻസി അതല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മറികടക്കാൻ എന്ത് വേണം, നമ്മുടെ ഹോസ്പിറ്റലില് അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം അല്ലെ, റിസോഴ്സുകൾ വേണം, സ്പേസ് വേണം, മറ്റ് റിസോഴ്സുകളുടെ സപ്ലൈ കൂടി ആവശ്യമാണ്. ഓക്കെ ആണോ? അത്രയും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ അല്ലെ, ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ, ഒരു വ്യക്തമായ പ്ലാന് നമ്മുടെ ഹോസ്പിറ്റലില് ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ അല്ലെ, ഒരുപാട് കമാൻഡുകൾ വരുന്നുണ്ട് അല്ലെ, കമാൻഡ് സോഴ്സുകൾ വരുന്നുണ്ട്, ഒരുപാട് ലീഡേഴ്സ് വരുന്നുണ്ട് അല്ലെ, നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലെ. ഇതിലിരിക്കുന്നത് ഒരു 18 പേരുണ്ടെങ്കിൽ 18 പേർക്കും ഓരോ അഭിപ്രായങ്ങളാണോ, ഡിസിഷൻ ആയിരിക്കോ, തീരുമാനങ്ങളായിരിക്കോ? അല്ല അല്ല അല്ലെ. അപ്പൊ അവിടെ ഒരു യൂണിറ്റ് വരുന്നുണ്ടോ? കുറച്ചാളുകൾ ഒരു സംഘം, കുറച്ചാളുകൾ ഒരു സംഘം, യൂണിറ്റ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പ്രോബ്ലംസ് അവർക്ക് ശരിയായ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് കമാൻഡ് സോഴ്സുകൾ വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് വരുന്നത് എന്താണ്, അവർക്ക് ആ ഒരു പ്രോബ്ലം, അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നം അവർക്ക് ഒരുമിച്ച് നിന്ന് ശരിയായ രീതിയിൽ സോൾവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് ഒരു നല്ല ശരിയായിട്ടുള്ള ഒരു കമാൻഡ് സ്ട്രക്ചർ നൽകുന്ന, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സിറ്റുവേഷനിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെ, ആ ഒരു എമർജൻസി ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമർജൻസി പ്ലാനിനെ അനുസൃതമാക്കിക്കൊണ്ട് തന്നെ ഓരോരുത്തരും അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അവർക്ക് നൽകിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഫേസസ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന് 3 ഫേസസ് ആണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാല് ആ ഒരു ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടം അല്ലെ. ഇപ്പൊ നമുക്ക് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് റെഡ് അലേർട്ടുകളൊക്കെ തരാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അവര് മുൻകൂട്ടി എന്ത് ചെയ്യും, ആ ഒരു റിസ്ക് അവര് ഇവാലുവേറ്റ് ചെയ്യും. ഇന്ന സ്ഥലത്ത് താമസിക്കുന്നവര് മാറി താമസിക്കുക എന്നൊക്കെ പറയാറില്ലേ? ഉണ്ടോ? ഇല്ലേ? അല്ലെ, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവര് മാറി താമസിക്കുക അല്ലെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നവര് മാറി താമസിക്കുക, ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്താണ്, ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടം. ആളുകളൊക്കെ എന്താണ് ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണ്, ഡിസാസ്റ്ററിന് മുമ്പാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഹിറ്റ്. ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അപകടത്തെ കുറിച്ച് അല്ലെ, ആ ഒരു റിസ്ക് അവരെ വിലയിരുത്തുകയും അതിനുവേണ്ടി പീപ്പിൾസിന് ട്രെയിനിങ്ങുകൾ, പരിശീലനം നൽകുകയും ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് ഡിസാസ്റ്റർ ഫേസ്. എന്താണ്, ദ പീരീഡ് വെൻ ദ ഡിസാസ്റ്റർ ഡെവലപ്പിംഗ്. ഡിസാസ്റ്റർ വികസിപ്പിക്കുന്നത് അല്ലെ, ഡിസാസ്റ്റർ സംഭവിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. എന്താണ്, ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷമുള്ള ആ ഒരു സ്റ്റേജ്, ഘട്ടത്തെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നിനെ കുറിച്ചും പഠിക്കാനുണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഫസ്റ്റ് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസ്, പ്ലാനിങ്. ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പറയുന്നത് പ്ലാനിങ് അല്ലേ. എന്താണ്, ആ ഒരു ഡിസാസ്റ്ററിന് മുമ്പ് തന്നെ അവര് ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് അല്ലെ, അവർക്ക് വരാൻ സാധ്യതയുള്ള റിസ്കുകളെ കുറിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേഷൻ നടത്തുന്നുണ്ട് അല്ലെ, വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാറില്ലേ, ഇപ്പൊ ഒരു സുനാമി എന്താണ് ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാല് ഇന്ന സ്ഥലം വരെ അത് ബാധിക്കാം അല്ലെ, പറയാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ്, വെള്ളം കയറി കഴിഞ്ഞാല് ഇന്ന പ്രദേശം വരെ അല്ലെ വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയാറില്ലേ? അപ്പൊ എന്തിന്റെ ബേസിസിലാണ് അവരത് പറയുന്നത്? ആ ഒരു റിസ്ക് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടല്ലേ അവർ പറയുന്നത്, ആണോ? അല്ലെ, ആണ്. അപ്പൊ ആ ഒരു പ്ലാനിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് പെർഫോംഡ് ഇൻ ദി പ്രീ ഡിസാസ്റ്റർ ഫേസ് ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അവർ ആ ഒരു റിസ്കുകൾ അല്ലെ ഇവാലുവേഷൻ നടത്തുകയും, മോസ്റ്റ് ഓഫ് ദി ഇവാലുവേഷൻ അല്ലെ കൂടുതൽ വിലയിരുത്തൽ പ്രവർത്തനങ്ങളും കൂടാതെ പ്ലാനിങ് ഈസ് പെർഫോംഡ് ഇൻ ദി ഫേസ്. ആ ഒരു എന്താണ് ഡിസാസ്റ്റർ, അവർക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാം, അവർക്ക് അത് എങ്ങനെ തരണം ചെയ്യാം അല്ലെ എന്നതിന് വേണ്ട പ്ലാനിങ്ങും നടത്തുന്നത് ഈ ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസിലെ പ്ലാനിങ്ങിലാണ്. ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഫസ്റ്റ് വരുന്നത് പ്ലാനിങ്. പ്ലാനിങ്ങില് എന്താണ് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് അവർ ആ ഒരു റിസ്കുകൾ, ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുകയും അവർ ആ ഒരു സമയത്ത് എങ്ങനെ പ്രതികരിക്കാം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം അല്ലെ, അതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ്ങും നടത്തുന്നു. കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി പ്ലാൻ അല്ലെ, എമർജൻസി പ്ലാൻ അവിടെ തയ്യാറാക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. നെക്സ്റ്റ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാന് എങ്ങനെ അവർക്ക് കൈകാര്യം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് അവർ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. The hospital disaster plan has to be written down in a document form and copies of the same have to be available in all the area of the hospital. എന്താണ്, അവർ ആ ഒരു ഡിസാസ്റ്റർ പ്ലാന് അവര് തയ്യാറാക്കുകയും അതൊരു എന്ത് രൂപത്തിലാക്കാണ് അവര് റിട്ടേൺ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെ, ഒരു രേഖ പോലെ അവര് തയ്യാറാക്കുകയും അതിന്റെ കോപ്പീസ് അല്ലെ, അതിന്റെ കോപ്പികൾ എടുത്തുങ്ങാട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലേക്കും അവൈലബിൾ ആക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു ഡിസാസ്റ്റർ സംഭവിച്ചു, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണോ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ആളുകളെ കൊണ്ടുവന്നാലോ കാഷ്വാലിറ്റിയിൽ മാത്രമാണോ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അല്ല അല്ലെ, ഔട്ട് പേഷ്യന്റിൽ ഉണ്ടാവും, വാർഡുകളിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റേഴ്സില് ഉണ്ടാവോ, ICUല് ഒക്കെ ആളുകളെ പ്രവേശിപ്പിക്കോ? ICUല്, വെന്റിലേറ്റേഴ്സില് അല്ലെ, ഫാർമസിയിൽ ആളുണ്ടാവും, മരുന്നുകൾ മേടിക്കാൻ ആണോ? പറഞ്ഞേ, കേട്ടിരിക്കാതെ പറഞ്ഞ ഇല്ലേ? ഹോസ്പിറ്റലിൽ എല്ലാ ഏരിയാസിലും ആളുകൾ ഉണ്ടാവില്ലേ?
ചിലപ്പോ കൊണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ഒടിവോ ചതവോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ അവർ ഐസിയുലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ അഡ്മിഷൻ എടുക്കും അല്ലെ, ഇപ്പൊ വാർഡില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കിടത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ജസ്റ്റ് കൺസൾട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ അവർക്ക് എന്താണ് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സൈക്കോളജി ഡോക്ടേഴ്സിന്റെ ഒക്കെ സേവനങ്ങൾ ലഭ്യമാകേണ്ടി വരുന്നുണ്ട് അല്ലെ, ആണോ പറയേ. അപ്പൊ ഈ എല്ലാ ഏരിയാസിലേക്കും അവരെങ്ങനെയൊക്കെ പ്രതികരിക്കണം, അവരെങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണം, എന്താ ഡിസാസ്റ്റർ മാനുവൽ പ്ലാൻ കൊടുക്കണോ, ഡിസാസ്റ്റർ മാനുവൽ കൊടുക്കണോ? വേണം. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, എന്താണ് ആ ഒരു ഹോസ്പിറ്റലില് ഡോക്യുമെന്റ് രൂപത്തില് അവർ ആ ഒരു ഡിസാസ്റ്റർ പ്ലാന് തയ്യാറാക്കുകയും കൂടാതെ അതിന്റെ കോപ്പീസ് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലേക്കും അവൈലബിൾ ആക്കുകയും ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പൊ ഈ ഒരു ഡിസാസ്റ്റർ മാനുവലിനനുസരിച്ച് അല്ലെങ്കിൽ എമർജൻസി പ്ലാനിനനുസൃതമായിട്ട് ഓരോ സ്റ്റാഫുകൾക്കും എന്ത് കൊടുക്കുന്നു, എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും provide ചെയ്യുന്നു. It is very necessary for the staff to know about and get trained in using the hospital disaster emergency plan. ഇതെന്താണ്, എല്ലാ സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ, എന്താണ് ആ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു എമർജൻസി പ്ലാനില് താൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയേണ്ടത് അല്ലെ, എല്ലാവർക്കും അറിയണ്ടേ? അപ്പൊ എന്താണ് ആ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ എമർജൻസി മാനുവല് എല്ലാവർക്കും എല്ലാ സ്റ്റാഫുകൾക്കും അതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും അവര് ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നല്ലേ അറിയണം. കൂടാതെ അതിനു വേണ്ട ട്രെയിനിങ്ങും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് regular staff training by after drill should be performed in this phase. ഈ ഒരു ഫേസിലാണ്, അതായത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് എന്താണ് നമ്മുടെ സ്റ്റാഫുകൾക്ക് റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതും ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രിൽസുകളെ പരിശീലനങ്ങൾ നൽകുന്നതും ഈ ഒരു ഫേസിലാണ്. ഓക്കെ, ആ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് അവർ അറിയുന്നതിന് വേണ്ടിയിട്ടും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആ ഒരു എമർജൻസി മാനുവലിന് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നു. കൂടാതെ നമ്മുടെ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് നമ്മുടെ ഓരോ സ്റ്റാഫുകൾക്കും റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ്ങും അവർക്ക് ഉചിതമായിട്ടുള്ള പരിശീലനങ്ങളും ഡ്രിൽസുകൾ അല്ലെ പരിശീലനങ്ങളും നൽകുന്നത്. ഓക്കെ ആണോ? അത്രയും നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, when the disaster plan gets ready, the next stage would be the education training of the staff of the hospital about the plan and the specific role of each staff members in the event of disaster. അല്ലെ, ഈ ഒരു ഡിസാസ്റ്റർ പ്ലാന് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു എമർജൻസി പ്ലാൻ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡിസാസ്റ്റർ മാനുവലിന് അല്ലെങ്കിൽ ആ ഒരു എമർജൻസി പ്ലാനിന് അനുസൃതമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു സ്റ്റാഫുകൾ ചെയ്യേണ്ട സ്പെസിഫിക് റോൾസുകൾ ഉണ്ടാവും അല്ലെ, സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക് ഉണ്ടാവും. അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ, അപ്പൊ അവരെന്ത് ചെയ്യണം, പേഷ്യൻസിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണം. അവിടെ എന്താണ് ഒരുപാട് ഇതൊക്കെ വരാറുണ്ടോ, തിരക്കൊക്കെ അനുഭവപ്പെടാൻ പാടുണ്ടോ? ഇല്ല അല്ലെ, അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യണം. ആംബുലൻസ് വരുന്ന സമയത്ത് ആംബുലൻസിൽ നിന്നുള്ള പേഷ്യൻസിനെ ശരിയായ രീതിയിൽ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കണം അല്ലെ. അതേപോലെ ഓരോ സ്റ്റാഫുകൾക്കുണ്ട് അല്ലെ, ഡോക്ടേഴ്സിനാണെങ്കിൽ എന്താണ് കൊണ്ടുവരുന്ന സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആണോ?
ആണല്ലേ. അപ്പൊ അതേപോലെ ആ ഒരു എമർജൻസി പ്ലാനിന് അനുസൃതമായിട്ട് ഓരോ ഈച്ച് സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ, ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ, അവരുടെ സ്പെസിഫിക് റോൾസ് എന്താണ് എന്നതിനനുസൃതമായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് most of the existing categories of health staff are needed to play a major role in the disaster management. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് നിലവിലുള്ള ഇപ്പൊ എക്സിസ്റ്റിംഗ് നിലവിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്തുണ്ട്, ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനില് അല്ലെങ്കിൽ ആ ഒരു എമർജൻസി പ്ലാനില് അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും, മേജർ റോള്, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോരുത്തർക്കും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അതില് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് all of them required to be ready for the necessary managerial and technical skill for the effective and systematic management of the disaster. അപ്പൊ ആ ഒരു ഡിസാസ്റ്റർ അവർക്ക് എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമമായിട്ടും സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ അവർക്ക് അത് തരണം ചെയ്യുന്നതിന് വേണ്ടി, സാങ്കേതികപരമായ രീതിയിൽ അല്ലെ അവർക്ക് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ സ്കില്ലുകൾ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അത് റെഡി ആയിരിക്കാൻ അവർക്ക് എന്താണ്, ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. എന്താണ്, നമുക്ക് എന്ത് കാര്യം കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്, സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ എഫക്റ്റീവ് ആയ രീതിയിലും ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോഴല്ലേ, ആണോ അല്ലെ, പരിശീലനങ്ങളും എഡ്യൂക്കേഷനൊക്കെ കിട്ടുമ്പോഴല്ലേ, ആണോ? ആണ് അല്ലേ. ഒരു കാര്യം എന്താണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആവണം അല്ലെ, കുറെ തവണ ചെയ്ത എക്സ്പീരിയൻസ് ആവണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടണം, നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണേ. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാള് നമ്മുടെ കൂടെ ഉള്ളതാവട്ടെ, അല്ലെങ്കിൽ ആ ഒരു ആൾക്കൂട്ടത്തിലുള്ള ആരെങ്കിലും കുഴഞ്ഞു വീണു കഴിയുമ്പോൾ CPR കൊടുക്കാനായിട്ട് നിങ്ങളിൽ ആർക്കൊക്കെ പറ്റും? സത്യസന്ധമായ മറുപടി അറിയണം കേട്ടാ. ആർക്കൊക്കെ പറ്റും? ഹാൻഡ് റൈസ് ചെയ്യ്. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. പറ്റുമോ? ഇല്ല അല്ലെ, ഹാൻഡ് റൈസ് ചെയ്തില്ല, അതുകൊണ്ടില്ല അല്ലെ. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ തയ്യാറാകില്ലത് മുന്നോട്ട് വരും അല്ലെ. നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് നിങ്ങൾ കൊടുക്കും, CPR കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതിന് പെട്ടെന്ന് തന്നെ അല്ലെ സഡൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കിട്ടണം, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എഫക്റ്റീവ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് രീതിയിൽ അവർക്ക് അതിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ, പ്രതികരിക്കണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനും ലഭിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ ആ ഒരു സെന്റൻസ്? ഇപ്പോ എല്ലാവർക്കും ഓക്കെ ആണോ? Okay, next പറയുന്നത് a hypothetical disaster drill is used to perfect a hospital response to particular emergency situation. ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഡ്രില്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ, ആ ഒരു പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് അല്ലെ ശരിയായ രീതിയിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ CPR നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ല് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പരിശീലനം തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ പെട്ടെന്ന് അതിനെ പ്രതികരിക്കില്ലേ, നിങ്ങൾ പെട്ടെന്ന് അതിനെ ചെയ്യില്ലേ, ആണോ? കൃത്രിമ ശ്വാസം കൊടുക്കും നെഞ്ചിൽ അല്ലെ കൈവച്ച്, ആണോ? അപ്പൊ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ്, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് നൽകുന്നതിനെയാണ്. ഒരു മോക്ക് ഡ്രില്ല് പോലെ ഒരാൾ അവിടെ കിടത്തിയിട്ട് നിങ്ങൾക്ക് CPR കൊടുക്കുന്ന രീതി കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡ്രില്ലിലൂടെ
ഡിസാസ്റ്റർ ഡ്രില്ലിലൂടെ ആ ഒരു എമർജൻസി പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്താണ് റെസ്പോണ്ട് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് an effective disaster drill has to be realistic, interactive and moderately stressful for the patients. അല്ലെ, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഡ്രിൽ ആണ് എങ്കിൽ അതെന്താണ് റിയലിസ്റ്റിക് ആയിരിക്കും അല്ലെ, യാഥാർത്ഥ്യ ബോധമുള്ളതും ഇന്ററാക്റ്റീവ് സംവേദനാത്മകമായതും പിന്നെന്താണ് മോഡറേറ്റ്ലി സ്ട്രെസ്ഫുള്ളുമായിരിക്കും അല്ലെ, മിതമായ സമ്മർദ്ദമുള്ളതുമായിരിക്കും. ഇപ്പൊ നമ്മ എന്താണ് ടിവിയിലെ സിനിമ ഒക്കെ കാണുമ്പോൾ ബോംബ് ബ്ലാസ്റ്റ് വരുന്നത് നമ്മ ഭയങ്കര രീതിയിലിരുന്നാണ് കാണുന്നത്. ആണോ? ആണോ? എനിക്ക് പൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഇടിയടക്കുമ്പോൾ ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ടോ? ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല, അവരത് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, അതവര് ക്രിയേറ്റ് ചെയ്യാണ്. അതില് അഭിനയിക്കുന്ന ആക്ട് ചെയ്യുന്ന നടന്മാർക്കും നടിമാർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അപകടം ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അല്ലെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രില്ലാണെങ്കിൽ അത് റിയലിസ്റ്റിക്കും അല്ലെ യഥാർത്ഥ ബോധമുള്ളതും സംവേദനാത്മകവും പിന്നെന്താണ് കുറച്ച് അല്ലെ മോഡറേറ്റ്ലി സ്ട്രെസ്ഫുള്ളും സമ്മർദ്ദമുള്ളതുമായിരിക്കും. ഓക്കെ ആണോ? അതില് പാർട്ടിസിപ്പൻസിന് ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എന്താണ് ഒരു ഇത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം, അതിൽ നിങ്ങൾക്ക് എങ്ങനെ ആളുകളെ എമർജൻസി റെസ്പോണ്ട് എങ്ങനെ കൊടുക്കണം എന്ന് കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നുണ്ടോ? അതില് ഒരു അങ്ങനെയുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഡ്രില്ല് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ പേടി ഉണ്ടാവില്ല നിങ്ങൾക്ക്? തീ കത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് എന്താണ് അങ്ങനെയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ അതെന്താണ് യഥാർത്ഥ ബോധ്യമുള്ളതായിരിക്കും അല്ലെ. ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് എന്താണ് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. തീ പിടിച്ചു കഴിഞ്ഞാല് മോളിൽ നിന്ന് ഇങ്ങനെ വീടല്ലേ, തീ പിടിച്ച് വീടും, നമ്മുടെ മേത്ത് വീഴാൻ സാധ്യതയുണ്ട് അല്ലെ, നമ്മൾക്ക് ജീവൻ രക്ഷിക്കണല്ലേ. അപ്പൊ എന്താണ് അത് യഥാർത്ഥ ബോധമുള്ളതും ഇന്ററാക്റ്റീവ് ആയിരിക്കും അല്ലെ, സംവേദനാത്മകമായിരിക്കും. കൂടാതെ നമുക്ക് സമ്മർദ്ദമുള്ളതായിരിക്കും, സ്ട്രെസ്ഫുൾ ആയതും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നിങ്ങൾ അതിലേക്കൊന്ന് ഇറങ്ങി വാട്ടോ മിസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ല എല്ലാവർക്കും? ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ മിസ് ഇന്ന് ആ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ടൈം ആയില്ലേ. നമുക്ക് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ മിസ് ആ ഒരു സെക്ഷൻ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേ. അപ്പൊ എല്ലാ മിസ് എടുക്കുന്ന ഭാഗം എന്തായാലും വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള സെക്ഷൻ ആണ് അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ. കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ പോലെയാണോ അല്ലെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അന്നാന്ന് എടുക്കുന്നത് എന്തായാലും വായിച്ചു നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനോട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.